ഓക്കെ സ്റ്റാർട്ട്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് തിയറീസ് ആണ്. +1 ഏറ്റവും കൂടുതൽ സിലബസിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ചാപ്റ്റർ ആണ് ഇത്. ഫസ്റ്റ് തിയറി ഡാൾട്ടൺസ് തിയറി ഓഫ് അറ്റോമിക് സ്ട്രക്ചർ. ഈ തിയറി പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് തിയറി ഓൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ടൈനി പാർട്ടിക്കിൾ കോൾഡ് ആറ്റം. എല്ലാ മാറ്റേഴ്സും മെയ്ഡപ്പ് ചെയ്ത് വളരെ ടൈനി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ആ പാർട്ടിക്കിൾസ് നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നത്. ആ ആറ്റത്തിന് എന്തുണ്ട്? ആറ്റം ഹാസ് എ ഡെഫിനിറ്റ് മാസ് ഉണ്ട്. An atom of same element are all alike. ഒരു എലമെന്റിലുള്ള എല്ലാ ആറ്റംസും ഒരുപോലെയാണ്. പക്ഷെ ഡിഫറെന്റ് എലമെന്റ്സിലുള്ള ആറ്റംസ് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതായത് ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് ആർ ഓൾ അലൈക്ക് ബട്ട് ഡിഫറെന്റ് ഫ്രം ആറ്റംസ് ഓഫ് അതർ എലമെന്റ്. ഇപ്പൊ രണ്ട് ഡിഫറെന്റ് എലമെന്റ്സിലുള്ള ആറ്റംസ് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഒരു എലമെന്റിലുള്ള എല്ലാ ആറ്റവും സെയിം ആണ്. ഇനി an atom is a indivisible and indestructible. ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ്, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഡിസ്ട്രക്ട് ചെയ്യാനും പറ്റില്ല. ഇനി ആറ്റം കമ്പൈൻസ് ടു ഫോം കോമ്പൗണ്ട് ആറ്റം. ഇങ്ങനെയുള്ള ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? കോമ്പൗണ്ട് ആറ്റംസ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ കോമ്പൗണ്ട് ആകുന്നത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിൽ ആയിരിക്കും. ഫ്രാക്ഷൻസ് ഒന്നല്ല, ഹോൾ നമ്പർ റേഷ്യോയിലാണ് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത്. ഡാൾട്ടൺസ് തിയറീസിന്റെ പോസ്റ്റുലേറ്റ്സ് ഫസ്റ്റ് പറയുന്നത് മാറ്റർ മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ കോൾഡ് ആറ്റം. പിന്നെ ആറ്റത്തിന് എന്തുണ്ട്? ആറ്റം ഹാസ് എ ഡെഫിനിറ്റ് മാസ് ഉണ്ട്. പിന്നെ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് പറയുന്നത് ഒരുപോലെയാണ്. ആറ്റം ഓഫ് സെയിം എലമെന്റ്സ് ആർ ഓൾ അലൈക്ക് ബട്ട് ഡിഫറെന്റ് ഫ്രം ആറ്റംസ് ഓഫ് അതർ എലമെന്റ്. പിന്നെ ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രക്റ്റബിൾ ആണ്. പിന്നെ ആറ്റം കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ആറ്റംസ് ഫോം ചെയ്യുന്നു ഇൻ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. നെക്സ്റ്റ് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. ഇപ്പൊ ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത് ജെ തോംസന്റെ എക്സ്പെരിമെന്റ് വഴിയാണ്. ജെ തോംസന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. അതിന് ഫിഗർ ആണ് അവിടെ കൊടുത്തത്. ഇനി അതിന്റെ എങ്ങനെയാണ് എക്സ്പെരിമെന്റ് പ്രൊസീജിയർ നോക്കാം. ഇവിടെ ഡിസ്ചാർജ് ട്യൂബ് ഉണ്ട്. ആ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത് ഒരു ഇലോങ്ങേറ്റഡ് ഗ്ലാസ് ട്യൂബ് ആണ്. അതിന് രണ്ട് എൻഡും ക്ലോസ് ചെയ്തിട്ടുള്ളത്. ക്ലോസ് അറ്റ് ബോത്ത് എൻഡ്സ് ആൻഡ് കണ്ടെയ്ൻസ് 2 ഇലക്ട്രോഡ്സ് കണക്റ്റഡ് ടു എ വെരി ഹൈ വോൾട്ടേജ് DC. അതുപോലെ തന്നെ ആ ഇലോങ്ങേറ്റഡ് ഗ്ലാസ് ട്യൂബിന്റെ രണ്ട് സൈഡിലും ഇലക്ട്രോഡ്സ് ഉണ്ട്. ആ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് DCയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഉള്ളിൽ ഈ ഡിസ്ചാർജ് ട്യൂബിന്റെ ഉള്ളിൽ ഗ്യാസ് ഫിൽ ചെയ്തിട്ടുണ്ട്. അത് വെരി ലോ പ്രഷറിലാണ് ഗ്യാസ് ഫിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിലേക്ക് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? കാഥോഡിന്റെ സൈഡിൽ ഒരു ഗ്ലോ കാണാൻ പറ്റും. ഇനി ആ കാഥോഡിന്റെ സൈഡിലുള്ള ഗ്ലോന്റെ കളർ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും? ആ ഡിസ്ചാർജ് ട്യൂബിൽ നമ്മൾ ഫില്ല് ചെയ്ത ഗ്യാസിന്റെ നാച്ചർ ഓഫ് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിലുള്ള കളർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു അണ്ടർ വെരി ലോ പ്രഷർ, നമ്മൾ വെരി ലോ പ്രഷറിൽ എന്ത് സംഭവിക്കും? എന്റെ ട്യൂബ്സ് ഭയങ്കര ഡാർക്ക് ആയി മാറും. അപ്പൊ ഒരു ഫ്ലൂറസൻസ് കളർ പ്രൊഡ്യൂസ് ചെയ്യും. അത് എന്തുകൊണ്ടാന്ന് പറയുന്നത് ആ കാഥോഡ് റേ ഉള്ള കാഥോഡിന്റെ സ്ഥലത്ത് എന്തുണ്ട്? അവിടെ ഒരുപാട് ഇൻവിസിബിൾ റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്ട്രൈക്കിംഗ് കാരണമാണ് ഇങ്ങനെ ഒരു ഫ്ലൂറസൻ കളർ സംഭവിക്കുന്നത്. അപ്പൊ ഈ ഇൻവിസിബിൾ റേയിൽ അയാൾ എന്ത് കണ്ടെത്തി? ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ കണ്ടുപിടിച്ചു. ആ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസിന് എന്തുണ്ട്? കോൺസ്റ്റന്റ് ഇബയം വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഏത് മാറ്റർ എടുത്താലും ആ എല്ലാ മാറ്ററിലും ഈ പാർട്ടിക്കിൾസിനെ കോമൺ ആയിട്ട് കാണാൻ പറ്റി. ആ പാർട്ടിക്കിൾസ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഈ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഫിഗറിലുണ്ട്, ഡിസ്ചാർജ് ട്യൂബ് ഉണ്ട്, ആ ട്യൂബിനുള്ളിൽ ഗ്യാസ് ഫിൽ ചെയ്തിട്ടുണ്ട്. അത് രണ്ട് സൈഡും ഇലക്ട്രോഡ്സ് ഉണ്ട്, ഒന്ന് കാഥോഡാണ് ഒന്ന് ആനോഡാണ്. ഇനി എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് എന്ന് പറയുന്നത് ലോ പ്രഷറിലായിരിക്കും ഉണ്ടാവുക ഡിസ്ചാർജ് ട്യൂബിന്റെ ഉള്ളില്. അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കാൻ. ഇനി എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് കണ്ടെത്തിയെന്ന് വെച്ചാൽ കാഥോഡിന്റെ കേസിൽ അവിടെ ഗ്ലോ ഉണ്ടായി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ സ്ട്രൈക്കിംഗ് ഓഫ് റേസ് സംഭവിച്ചു, ഇൻവിസിബിൾ റേസിന്റെ സ്ട്രൈക്കിംഗ് സംഭവിച്ചു. അപ്പൊ ഈ റേസിന്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജിലുള്ള പാർട്ടിക്കിൾസിനെ കണ്ടുപിടിച്ചു. ആ പാർട്ടിക്കിൾസ് പറയുന്നത് കോൺസ്റ്റന്റ് ഇബയം വാല്യൂ ആണ്. അതുപോലെ തന്നെ എല്ലാ മാറ്റേഴ്സിലും എല്ലാ എക്സ്പെരിമെന്റ്സിലും ഈ ഒരു പാർട്ടിക്കിൾസിനെ കോമൺ ആയിട്ട് കാണാൻ പറ്റി. ഈ പാർട്ടിക്കിൾസിനാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇതാണ് ജെ തോംസന്റെ എക്സ്പെരിമെന്റ്. പിന്നെ കാഥോഡ് റേസ് എന്താണെന്ന് നോക്കാം. കാഥോഡ് റേസ് എന്ന് പറയുന്നത് വിച്ച് ആർ ഇൻവിസിബിൾ റേസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം കാഥോഡ്. ഇൻവിസിബിൾ റേസ് ആണ്. കാഥോഡ് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്? കാഥോഡ് റേസ് പ്രൊഡ്യൂസ് ചെയ്തത് കാഥോഡ് നിന്നാണ്. അപ്പൊ കാഥോഡ് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും മൂവ്സ് ടുവാർഡ്സ് ആനോഡ്. When a gas under very low pressure is subjected to electric discharge. ഒരു ഗ്യാസ് കൊടുത്താൽ, ലോ പ്രഷറുള്ള ഗ്യാസ് അണ്ടർ ലോ പ്രഷർ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കാഥോഡ് ആനോഡിലേക്ക് മൂവ് ചെയ്യും.
അതുപോലെ കാഥോഡ് റേസിന് എന്ത് ചാർജ് ആണ്? നെഗറ്റീവ്ലി ചാർജ് ഉണ്ടാകുക. ആൻഡ് വിച്ച് ചാർജ്ഡ് പാർട്ടിക്കിൾസ് വിച്ച് കോൾഡ് ഇലക്ട്രോൺസ് ഉണ്ട്. എന്തിനാണ് ഈ കാഥോഡ് റേന്റെ പ്രോപ്പർട്ടീസ്? കാഥോഡ് റേ സ്ട്രേറ്റ് ലൈൻ ആണ് മൂവ് ചെയ്യുക. ഇറ്റ് മൂവ്സ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ ആൻഡ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മെക്കാനിക്കൽ മോഷൻ. മെക്കാനിക്കൽ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിൽ പോസിറ്റീവിലേക്കായിരിക്കും അവർ ഡിഫ്ലക്ട് ചെയ്യുക. കാരണം കാഥോഡിന് നെഗറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിൽ ദ ഡിഫ്ലക്സ് ടുവാർഡ് ദി പോസിറ്റീവ് ഫീൽഡ്. പിന്നെ ഈ ഡിഫ്ലക്സ് ഇൻ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ടുവാർഡ്സ് നോർത്ത് പോൾ. ഇനി ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ അവരിങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, നോർത്ത് പോളിലേക്ക് മൂവ് ചെയ്യുക. കാരണം എന്താ? അവർക്ക് നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. പിന്നെ ഇബിഎം വാല്യൂ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ കാഥോഡ് റേസ് ആർ ഓൾവേസ് ഫൗണ്ട് ടു ബി എ കോൺസ്റ്റന്റ്. ആ കാഥോഡിന്റെ ഇബിഎം വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിലാണ് കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ്. ഇനി ആനോഡ് റേസ്. ആനോഡ് റേസ് എന്നത് പോസിറ്റീവ് റേസ് ആണ്, അല്ലെങ്കിൽ കനാൽ റേസ് എന്ന് പറയാം. അപ്പം നമ്മൾ ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിൽ ഒരു പെർഫോറേറ്റഡ് കാഥോഡ് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? കുറച്ച് റേസ് കാഥോഡിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. certain rays moves towards the cathode and which passes through it and seen behind the cathode. അതുപോലെ കാഥോഡിന്റെ ബിഹൈൻഡ് ആയിട്ടാണ് അത് നിൽക്കാൻ. അത് നമുക്ക് എങ്ങനെ തോന്നാന്ന് വെച്ചാൽ വിച്ച് appears to come from anode. ആനോഡ് എന്ന് വരുന്ന പോലെ കുറച്ച് റേസ് തോന്നും. അത് കാഥോഡിന്റെ അടുത്തേക്ക് പോകും, എന്നിട്ട് കാഥോഡിന്റെ ബിഹൈൻഡ് ആയിട്ട് നിൽക്കും. അങ്ങനെയുള്ള ആ റേസിനാണ് നമ്മൾ ആനോഡ് റേസ് എന്ന് പറയുന്നത്. ഇനി ആനോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അത് സ്ട്രെയിറ്റ് ലൈൻ കൂടിയാണ് മൂവ് ചെയ്യുക. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ പ്രൊഡ്യൂസ് മെക്കാനിക്കൽ മോഷൻ. മെക്കാനിക്കൽ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ അവർ നെഗറ്റീവ് ഫീൽഡിലേക്കാണ് പോകുക. കാരണം എന്താ? അവർക്ക് പോസിറ്റീവ് ചാർജ് ആണ്. ഇനി ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ അവർ സൗത്ത് പോളിലേക്കാണ് പോകാൻ. അതുപോലെ ഇബിഎം വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് ഗ്യാസിന് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ കാഥോഡിന്റെ കേസ് നമ്മൾ പറഞ്ഞു ഇബിഎം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇത് കാഥോഡ് റേസിന്റെ കേസിൽ അത് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഇതാണ് എക്സ്പെരിമെന്റ്. നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത് തോംസൺസ് ആറ്റം മോഡൽ. ഇപ്പൊ തോംസൺ ആറ്റം മോഡലിനെ പ്ലം പുഡിംഗ് മോഡൽ എന്ന് കൂടി പറയും. ഇനി ഈ മോഡൽ പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ആറ്റം ഈസ് എ സ്ഫിയർ ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഓൺ ഇറ്റ്. നമ്മൾ ആറ്റത്തിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു വലിയ സ്ഫിയർ ആയിട്ടാണ്. അത് എങ്ങനെയുള്ള സ്ഫിയർ ആണ്? ആ സ്ഫിയറിൽ ഫുള്ള് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജിനുള്ളിൽ എന്ത് സംഭവിച്ചു? ഇലക്ട്രോൺസിനെ എംബഡ് ചെയ്ത പോലെയാണ് നമ്മൾ ഈ മോഡൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? മൊത്തത്തിൽ ന്യൂട്രൽ. അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പ്രോട്ടോൺസിന്റെ സ്ഫിയർ, അതിന്റെ ഉള്ളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ എംബഡ് ചെയ്തതായിട്ടാണ് നമ്മൾ തോംസൺ മോഡൽ പറയുന്നത്. പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് ഇതിന് പറയാം. അപ്പൊ ആറ്റം എന്ന് പറയുന്നത് ടോട്ടൽ എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. കാരണം പോസിറ്റീവ് നെഗറ്റീവ് ബാലൻസ് ആകും. ഇനി ഈ ഒരു മോഡലിന്റെ ഡിമെറിറ്റ് എന്താന്ന് വെച്ചാല് ഇദ്ദേഹം ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദി സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഡൺ ബൈ റൂദർഫോർഡ്. റൂദർഫോർഡിന്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് നെക്സ്റ്റ് റൂദർഫോർഡിന്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നോക്കാം. റൂദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. Based on the assumption that an atom consists of proton and electron, Rutherford conducted a series of experiments which is known as സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു ആറ്റത്തിൽ എന്തുണ്ട്? പ്രോട്ടോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് റൂദർഫോർഡ് ഒരു സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നടത്തി. ഇനി ഈ എക്സ്പെരിമെന്റ്സ് എന്താ നോക്കാം. He directed a narrow beam of alpha particles from a radioactive source placed in a lead block. അപ്പൊ നമുക്ക് പിക്ചറിന്റെ അറേഞ്ച്മെന്റ് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ലെഡ് ബ്ലോക്കിന്റെ ഉള്ളിൽ യു എന്ന് പറഞ്ഞ ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സ് അദ്ദേഹം വെച്ചു. എന്നുവെച്ചാൽ ആ റേഡിയോ ആക്റ്റീവ് സോഴ്സിൽ നിന്ന് ഒരു നാരോ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസിനെ പ്രൊഡ്യൂസ് ചെയ്തു. എന്നുവെച്ചാൽ അത് എവിടത്തേക്ക് ഹിറ്റ് ചെയ്തു? ആ ഇവിടെയുള്ള തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലേക്ക് ഈ പാർട്ടിക്കിൾസിനെ ഹിറ്റ് ചെയ്തു. അതായത് he directed a narrow beam of alpha particles from a radioactive source. റേഡിയോആക്റ്റീവ് സോഴ്സ് നിന്ന് ഒരു നാരോ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിളിനെ ഡയറക്റ്റ് ചെയ്തു. ഈ റേഡിയോആക്റ്റീവ് സോഴ്സ് എവിടെയാണ് വെച്ചത്? ജസ്റ്റ് പ്ലേസ്ഡ് ഇൻ എ ലെഡ് ബ്ലോക്കിലാണ് വെച്ചത്. എന്നിട്ട് എവിടേക്കാണ് ഡയറക്റ്റ് ചെയ്തത് നാരോ ബീമിനെ? ടു എ വെരി തിൻ ഗോൾഡ് ഫോയിൽ. ഒരു ഇവിടെയുള്ള തിൻ ആയിട്ടുള്ള ഈ ഗോൾഡ് ഫോയിലാണ് എന്ത് ചെയ്തത്? ആ നാരോ ബീമിനെ ഹിറ്റ് ചെയ്തത്. ഈ ഗോൾഡ് ഫോയിൽ എവിടെയാണ് വെച്ചത്? ഗോൾഡ് ഫോയില് ഒരു സർക്കുലർ ഷേപ്ഡ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിന്റെ ഉള്ളിലായിട്ടാണ് വെച്ചത്. അതുപോലെ തന്നെ മൂവിംഗ് മൈക്രോസ്കോപ്പ് കൊണ്ടും
അപ്പൊ ഇവിടെ ഈ എക്സ്പ്ലോർ സെറ്റപ്പ് നോക്കാം എന്തെല്ലാം ഉള്ളത്. ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സ് ഉണ്ട് യു എന്ന് പറഞ്ഞത്, അത് ലെഡ് ബ്ലോക്കിനുള്ളിൽ പ്ലേസ് ചെയ്തു. പിന്നെ ഒരു സ്ലിറ്റിൽ കൂടി അത് ബീമിനെ കടത്തിവിടും. എങ്ങോട്ടേക്ക്? ഗോൾഡ് ഫോയിലേക്ക് കടത്തിവിടും. ഇനി ഗോൾഡ് ഫോയിൽ എവിടേക്ക് വെച്ചെന്ന് വെച്ചാല് ഒരു സർക്കുലർ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലാണ് വെച്ചത്. പിന്നെ അവിടെ തന്നെ മൂവി മൈക്രോസ്കോപ്പ് ഉണ്ട്. ഇതാണ് എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ മെയ്ഡ് ദ ഫോളോയിങ് ഒബ്സർവേഷൻ. ഈ എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് എന്തെല്ലാം ഒബ്സർവേഷൻസ് നോക്കാം. മോസ്റ്റ് ഓഫ് ദ ആൽഫ റേസ് പാസ്ഡ് ത്രൂ ദ ഫോൾ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. അധിക ആൽഫ റേസും എങ്ങനെയാ പാസ് ചെയ്തത്? ഒരു ഡിഫ്ലക്ഷനും കാണിച്ചില്ല, വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ ആണ്. റേഡിയോ ആക്റ്റീവ് സോഴ്സ് നിന്ന് ആൽഫ പാർട്ടിക്കിൾസിനെ ഗോൾഡ് ഫോയിലേക്ക് ഡയറക്റ്റ് ചെയ്തപ്പോ എന്താ കണ്ടെന്ന് വെച്ചാല് അധിക ആൽഫ റേസും വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ ആയിട്ടാണ് പോയത്. എന്നാൽ ചില ആൽഫ റേസ്, സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് വർ ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾസ്. ചില ആൽഫ പാർട്ടിക്കിൾസ് സ്മോൾ ആംഗിൾസിൽ ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് റീബൗണ്ട്സ്. എന്നാൽ കുറച്ച് പാർട്ടിക്കിൾസ് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? റീബൗണ്ട് ചെയ്തിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ നോക്കാം, അറിയാം കുറെ റേസ് ഡയറക്റ്റ് ആയിട്ട് വിത്തൗട്ട് ഡിഫ്ലക്ഷന്. എന്നാൽ ചില സ്ഥലത്ത് എന്തിട്ടുണ്ട്? ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ സെന്ററിൽ നോക്കാൻ നമുക്ക് മനസ്സിലാവും അവിടെ റീബൗണ്ട് ചെയ്തിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് വെച്ച് നമുക്ക് എന്താ കൺക്ലൂഷൻ കിട്ടുന്ന വെച്ചാല് ഹി മേഡ് ദി ഫോളോയിങ് കൺക്ലൂഷൻസ്. സിൻസ് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദ ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. അധിക ആൽഫ പാർട്ടിക്കിൾസും പോയത് ഫോയിലൂടെ പാസ് ചെയ്തത് ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെയാണ്. അതെന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാ വെച്ചാല് ആറ്റത്തിന്റെ അധിക പാർട്ടും എംപ്റ്റി ആണ് അല്ലെങ്കിൽ വാക്ക് ആണ്. അത് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് അധിക റേസും പോയത് ഡിഫ്ലക്ഷൻ ഇല്ലാതെ. എന്തുകൊണ്ടാ? ആറ്റത്തിന്റെ അധിക സൈഡും വാക്കം ആയതുകൊണ്ടാണ് ഒരു തരത്തിലുള്ള ഒബ്സർവേഷനും കാണിക്കാതിരുന്നത്. എന്നാൽ the entire mass and positive charge of an atom is concentrated in a small region at a center called nucleus. ഈ ആറ്റത്തിന്റെ എല്ലാ മാസും അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തത് ഒരു വെരി സ്മോൾ റീജിയൻ, സെന്ററിലുള്ള ഒരു വെരി സ്മോൾ റീജിയനിലാണ്. അതിനെ എന്ത് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിലാണ് ന്യൂക്ലിയസ് ഉണ്ടായത്. അതായത് എന്റർ മാസ് ആൻഡ് പോസിറ്റീവ് ചാർജ് ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഒരു ചെറിയ റീജിയനിൽ കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ട് ഈ ഒരു എക്സ്പെരിമെന്റിൽ കണ്ടുപിടിക്കാൻ പറ്റി. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കടത്തിവിട്ട റേഡിയോ ആക്റ്റീവ് സോഴ്സ് നിന്ന് കടത്തിവിട്ട ആൽഫ പാർട്ടിക്കിൾസ് പിന്നെ നിയർ ടു ന്യൂക്ലിയസിലേക്ക് പാസ് ചെയ്തില്ലെങ്കിൽ അവരെന്ത് ചെയ്ത്? സ്മോൾ ആംഗിൾസിൽ ഡിഫ്ലക്ട് ചെയ്ത്. അതായത് ദോസ് ആൽഫ പാർട്ടിക്കിൾസ് ദാറ്റ് പാസ് നിയർ ടു ന്യൂക്ലിയസ് മേ ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾസ്. ആൻഡ് ദോസ് ആൽഫ പാർട്ടിക്കിൾസ് ദാറ്റ് ഹിറ്റ് ദ ന്യൂക്ലിയസ് മേ റീബൗണ്ട്. ഇനി ആരാണോ ആൽഫ പാർട്ടിക്കിൾസിനെ ഹിറ്റ് ചെയ്തത് അവരെന്ത് സംഭവിച്ചു? റീബൗണ്ട് ചെയ്തു. അതായത് എക്സ്പെരിമെന്റില് അധിക റേസും എന്താണ്? നോ ഡിഫ്ലക്ഷനെ കാണിച്ചത്. എന്തുകൊണ്ടാണ്? മോസ്റ്റ് പാർട്ട് ഓഫ് ദ ആറ്റം ഇസ് വാക്കം ഓർ എംപ്റ്റി ആയതുകൊണ്ടാണ്. എന്നാൽ ചില കേസിൽ എന്ത് സംഭവിച്ചു? സ്മോൾ ആംഗിൾ ഡിഫ്ലക്ട് ചെയ്തു. അപ്പൊ സ്മോൾ ആംഗിൾ ഡിഫ്ലക്ട് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ആ ന്യൂക്ലിയസിന്റെ അടുത്ത് കൂടി പോയ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തത്? ചെറിയ ആംഗിൾസിൽ ഡിഫ്ലക്ട് ചെയ്തെന്നാണ് പറയുന്നത്. അതുപോലെ അധിക ആൽഫ റേസും ഒരു ആൽഫ റേ എന്ത് ചെയ്തിട്ടുണ്ട്? റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഫ്യൂ ആയിട്ടുള്ള ആൽഫ റേസ് റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാല് ഏത് ആൽഫ പാർട്ടിക്കിൾ ആണോ ന്യൂക്ലിയസിനെ ഹിറ്റ് ചെയ്തത്, മറ്റേത് കുറച്ച് അടുത്തോട്ട്, ന്യൂക്ലിയസ് കുറച്ച് അടുത്തോട്ട് പോയ ആൾക്കാർ എന്ത് ചെയ്തു? അവർ ചെറിയ ആംഗിൾ ഡിഫ്ലക്ട് ചെയ്തു. ഇനി ആരാണ് ന്യൂക്ലിയസിനെ ഹിറ്റ് ചെയ്തത് അവരെന്ത് സംഭവിച്ചു? റീബൗണ്ട് ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് ഈ എക്സ്പെരിമെന്റിന്റെ കണ്ടുപിടുത്തല്. ഇനി റുദർഫോർഡിന്റെ എക്സ്പെരിമെന്റിന്റെ പ്രൊസീജിയർ മനസ്സിലായി, പിന്നെ അതിൽ കണ്ട ഒബ്സർവേഷന്, പിന്നെ അതിന് കിട്ടിയ കൺക്ലൂഷന്. ഇനി റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം എന്താണെന്ന് നോക്കാം. റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം പറയുന്നത് the entire mass and positive charge of an atom is concentrated in a very small region called nucleus. അപ്പൊ ഈ കണ്ടുപിടുത്തത്തിൽ എന്ത് കാണാൻ പറ്റി? entire mass അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജ് ഓഫ് an atom എവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്? വളരെ സ്മോൾ ആയിട്ട് റീജിയനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെന്റർ അത് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. Any matter of the positive charge inside the nucleus is found to be different for different atom. ഇനി ആ ന്യൂക്ലിയസിലുള്ള പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓരോ ആറ്റത്തിനും എന്താണ്? ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഹീലിയം ആണെങ്കിൽ അതിന് +2 ആണ്, ഹൈഡ്രജൻ ആണെങ്കിൽ +1 ആണ്. അപ്പൊ ഓരോ ആറ്റത്തിനും ആ ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ട് കാണാൻ പറ്റും. ഇനി മോസ്റ്റ് പാർട്ട് ഓഫ് ആൻ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിന്റെ അധിക പാർട്ടും എംപ്റ്റി ആണ്. അതുകൊണ്ടാണ് അധിക റേസ് എന്ത് ചെയ്യുന്നത്? ഡിഫ്ലക്ട് ചെയ്യാതെ പോയത്. ഇനി ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ജസ്റ്റ് ലൈക്ക് എ പ്ലാനറ്റ് അറൌണ്ട് ദ സൺ.
ഇനി നമ്മൾ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ന്യൂക്ലിയസ് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്? അവർ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് എങ്ങനെയാണ് കറങ്ങുന്നത് അതുപോലെയാണ് നമ്മള് ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺസിന്റെ കൂടെ കറങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻ നേച്ചർ. ഈ ഇലക്ട്രോൺസും ന്യൂക്ലിയസ് തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻ നേച്ചർ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഈ ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ളത്. ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻ ആൻ ആറ്റംസ് ആർ ഈക്വൽ. ഒരു ആറ്റത്തിൽ നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ന്യൂട്രോണും എപ്പോഴും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഒരു ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഹോൾ ന്യൂട്രൽ എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോൺ, ഇലക്ട്രോ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ അത് രണ്ട് ഈക്വൽ ആകുമ്പോൾ ചാർജ് ബാലൻസ് ആയി. അതുകൊണ്ട് ഒരു ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഹോൾ ന്യൂട്രൽ ആണ്. അപ്പൊ എന്തെല്ലാം റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എൻഡ് മാസ് ആൻഡ് പോസിറ്റീവ് ഓഫ് ആറ്റം കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ സ്മോൾ ആയിട്ടുള്ള റീജിയനിലാണ് അറ്റ് ദ സെന്റർ. അത് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഇൻസൈഡ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഓരോ ആറ്റത്തിനും ഡിഫറെന്റ് ആണ്. ഹൈഡ്രജന്റെ പോലെയല്ല ഹീലിയത്തിന്റെ കേസിൽ. ഓരോ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതുപോലെ മോസ്റ്റ് പാർട്ട് ഓഫ് ആറ്റം ഈസ് എംപ്റ്റി ആണ്. അതുകൊണ്ടാണ് അധിക റേ ഡിഫ്ലക്ട് ചെയ്യാതിരുന്നത്. ഇലക്ട്രോൺസ് നമ്മുടെ ന്യൂക്ലിയസ് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് ലൈക്ക് നമ്മള് സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് എങ്ങനെയാണ് റിവോൾവ് ചെയ്യുന്നത് അതുപോലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്. പിന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്പർ ഓഫ് പ്രോട്ടോൺസും ഈക്വൽ ആണ്. അതുകൊണ്ട് ആറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹോൾ ഇൻ എ ന്യൂട്രൽ. ഡിമെറിറ്റ് ഓഫ് റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. ഇതിന്റെ ഡിമെറിറ്റ്സ് എന്തെല്ലാം നോക്കാം. ഇവർ എന്ത് എക്സ്പ്ലെയിൻ ചെയ്തില്ല? ഹി കുഡിന്റ് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്തില്ല. പിന്നെ ഹി ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദി ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്തില്ല. പിന്നെ ഹി ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദി അറ്റോമിക് സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ഹൈഡ്രജൻ ഗ്യാസിന്റെ അറ്റോമിക് സ്പെക്ട്രവും ഇവര് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അപ്പൊ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നെക്സ്റ്റ് മോഡലിൽ നമ്മൾ പഠിക്കും, ബോർ മോഡലിൽ പഠിക്കും. ഇനി ജസ്റ്റ് ഇത് പണ്ട് പഠിച്ചപ്പോൾ ഫിസിക്സിലുള്ള കാര്യങ്ങളാണ്. വേവ് ലെങ്ത് എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയും. വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. അഡ്ജസന്റ് ആയിട്ടുള്ള ക്രസ്റ്റ് ആൻഡ് ട്രഫ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അത് നാനോമീറ്ററിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേവ് പാസ്ഡ് ത്രൂ എ പാർട്ടിക്കിൾ പോയിന്റ് പെർ സെക്കൻഡ്. പെർ സെക്കൻഡില് എത്രത്തോളം നമ്പർ ഓഫ് വേവ് പാസ് ചെയ്തു അത് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുക. എക്സ്പ്രസ് ചെയ്യുന്നത് ഹെർട്സിലാണ്. പിന്നെ വെലോസിറ്റി എന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡില് എത്ര ഡിസ്റ്റൻസ് വേവ് ട്രാവൽ ചെയ്തു അതാണ് വേവിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് v = ന്യൂ ലാംഡ എന്ന ഇക്വേഷൻ. ഇനി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് ഓഫ് ദ ക്രസ്റ്റ് ഓർ മാക്സിമം ഡെപ്ത് ഓഫ് ദ ട്രഫ്. ഒന്നെങ്കിൽ മാക്സിമം ഹൈറ്റ് ഓഫ് ദ ക്രസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം ഡെപ്ത് ഓഫ് ദ ട്രഫ് ആയിരിക്കും. അതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി വേവ് നമ്പർ എന്ന് പറയുന്നത് വിച്ച് ഈസ് റെസിപ്രോക്കൽ ഓഫ് ദ വേവ് ലെങ്ത്. ന്യൂ ബാർ ഇസ് 1/λ. ഇതൊക്കെ ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇനി SI യൂണിറ്റ് മീറ്റർ ഇൻവേഴ്സ്. നെക്സ്റ്റ് ഡ്യുവൽ നാച്ചർ ഓഫ് ലൈറ്റ്. ഇനി എന്താണ് ലൈറ്റിന്റെ ഡ്യുവൽ നാച്ചർ എന്ന് പറയുന്നതാണ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലൈറ്റ് possess പാർട്ടിക്കിൾ നാച്ചർ. അപ്പൊ നമ്മുടെ ന്യൂട്ടൺ കണ്ടുപിടിച്ചത് ലൈറ്റിന് പാർട്ടിക്കിൾ നാച്ചർ ഉണ്ട് എന്താണ്. അതുകൊണ്ടാണ് അത് ഒരുപാട് ഫിനോമിനാസ് ലൈക്ക് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇതൊക്കെ എന്താണ് നമ്മൾ ലൈറ്റിന്റെ പാർട്ടിക്കിൾ നാച്ചർ റിവീൽ ചെയ്യുന്ന കുറച്ച് ഫിനോമിനാസ് ആണ്. അപ്പൊ ന്യൂട്ടൺ പറയുന്നത് ലൈറ്റിന് എന്തുണ്ട് എന്നാണ്? പാർട്ടിക്കിൾ നാച്ചർ ഉണ്ട് എന്നാണ്. ഹൈജീൻസ് ആണെങ്കിൽ ഹൈജീൻസ് പറഞ്ഞത് ലൈറ്റ് പോസസ് വേവ് പ്രോപ്പർട്ടീസ്. ഹൈജീൻസ് പറഞ്ഞത് വേവ് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അത് റിഫ്രാക്ഷൻ, ഇന്റർഫറൻസ് അതുപോലത്തെ സംഭവങ്ങൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലൈറ്റിന് എന്തുണ്ട്? ബോത്ത് പാർട്ടിക്കിൾ നാച്ചർ ഉണ്ട്, വേവ് നാച്ചർ ഉണ്ട്. പാർട്ടിക്കിൾ നാച്ചർ ഉള്ളത് കാരണമാണ് എന്ത് കാണിക്കുന്നത്? റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ പോലത്തെ സാധനം കാണിക്കുന്നത്. അതുപോലെ അതിന് വേവ് നാച്ചർ കാണിക്കുന്നത് ഇന്റർഫറൻസ് അല്ല. അപ്പൊ ഡ്യുവൽ നാച്ചർ ഓഫ് ലൈറ്റ് ആണ് ഉള്ളത്. അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് ഐൻസ്റ്റീൻ ആണ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ നോക്കാം. According to this theory, radiant energy is emitted or absorbed and not continuously but discontinuously in the form of a small packet of energy called quantas. The quantum theory of radiation പ്രകാരം റേഡിയന്റ് എനർജി എന്ന് പറയുന്നത് എമിറ്റ് ചെയ്യും അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി അല്ല, എങ്ങനെയാണ്? ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് റേഡിയന്റ് എനർജി എമിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത്.
അപ്പൊ ഇങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ ചെയ്യുന്നത്? ചെറിയ ചെറിയ പാക്കറ്റ്സ് ആക്കിയിട്ടാണ് ചെയ്തത്. സ്മോൾ പാക്കറ്റ്സ് ആക്കിയിട്ടാണ് ഈ എനർജീനെ എമിറ്റ് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത്. ആ സ്മോൾ പാക്കറ്റ്സിനെ എന്ത് വിളിക്കും? ക്വാണ്ടാസ് എന്ന് വിളിക്കും. അപ്പൊ ഈച്ച് ക്വാണ്ട ഈസ് അസോസിയേറ്റ് വിത്ത് സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി. അങ്ങനെ ഈ ഓരോ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ക്വാണ്ടാസ്, ആ ക്വാണ്ടാസ് അസോസിയേറ്റ് എന്തായിരിക്കും? ആ ഓരോ ക്വാണ്ടാസിനും സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. ആ എനർജി എന്ന് പറയുന്നത് എന്ത് പ്രൊപ്പോർഷൻ ആണ്? എനർജി ഇസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. ദാറ്റ് ഈസ് ഇ പ്രൊപ്പോർഷണൽ ടു മ്യൂ. അപ്പൊ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു മ്യൂ. അപ്പൊ എച്ച് നമ്മൾ എന്താ പറയും? എച്ച് നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയും. അതിന്റെ വാല്യൂ ആണ് 6.626 ഇൻറ്റു 10⁻34 ജൂൾ സെക്കൻഡ്. ഇനി total amount of energy emitted or absorbed is always an integral multiple of this quantas. അപ്പൊ ടോട്ടൽ എനർജി എത്രത്തോളം എമിറ്റ് ചെയ്തോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തോ എന്നത് പറയുന്നത് എന്തായിരിക്കും? ഈ ക്വാണ്ടാസിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു n into h nu, where n is equal to 1, 2, 3, etc. Note, quantum of light is called photon. Next, photoelectric effect. Photoelectric effect എന്താണെന്ന് വെച്ചാൽ it is the phenomena of ejection of electron from the surface of a certain metal such as sodium, potassium, cesium. അത് കുറച്ച് മെറ്റൽസ്, സോഡിയം, പൊട്ടാഷ്യം, സീഷ്യം പോലത്തെ മെറ്റൽസിന്റെ സർഫസിൽ നിന്നുള്ള ഇജക്ഷൻ ഓഫ് ഇലക്ട്രോണിന്റെ ഇജക്ഷൻ ചെയ്യാം. അതായത് മെറ്റൽ സർഫസ്, സോഡിയം, പൊട്ടാഷ്യം, സീഷ്യം പോലത്തെ മെറ്റൽ സർഫസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിനെ ഇജക്ഷൻ ചെയ്യുന്ന ഒരു ഫിനോമിനൊക്കെ എന്ന് പറയുന്നത് photoelectric effect എന്ന് പറയുന്നത്. When radiation of a suitable frequency strikes on it, the ejected electron is called photoelectron. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? റേഡിയേഷൻ ഓഫ് എ സ്യൂറ്റബിൾ ഫ്രീക്വൻസി സ്ട്രൈക്ക് ചെയ്തു. ഇങ്ങനെ നമ്മൾ ഇലക്ട്രോൺ ഇജക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ മെറ്റൽ സർഫസിലെ ഒരു റേഡിയേഷൻ കൊടുക്കണം. ആ റേഡിയേഷൻ എന്തുണ്ടാവണം? സ്യൂറ്റബിൾ ഫ്രീക്വൻസി ഉണ്ടാവണം. അപ്പൊ ആ സമയത്ത് എന്ത് സംഭവിക്കും? ഇലക്ട്രോണിന്റെ ഇജക്ഷൻ നടക്കും. ആ ഇലക്ട്രോൺസ് നമ്മൾ എന്താ പറയുന്നത്? ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. റേഡിയേഷൻ ഓഫ് എ സ്യൂറ്റബിൾ ഫ്രീക്വൻസി സ്ട്രൈക്സ് ഓൺ ദ മെറ്റൽ. അപ്പൊ എന്ത് സംഭവിക്കും? ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ നടക്കും. ദാറ്റ് ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയും. For the ejection of the electron, the incident radiation should possess a minimum frequency. അപ്പൊ ഇങ്ങനെ ഇലക്ട്രോൺ ഇജക്ട് ചെയ്യാൻ സമയത്ത് ഇൻസിഡന്റ് റേഡിയേഷൻ എന്തായിരിക്കണം? വെറുതെ ഒരു റേഡിയേഷൻ കൊടുത്താൽ പോരാ. ആ റേഡിയേഷൻ എന്തുണ്ടാവണം? ഒരു മിനിമം ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ ആണ് കൊടുക്കുക. ആ മിനിമം ഫ്രീക്വൻസിക്ക് എന്ത് പറയുന്നത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ത്രെഷോൾഡ് ഫ്രീക്വൻസിനെ μ0 എന്നാണ് ഡിനോട്ട് ചെയ്തത്. അപ്പൊ ദ മിനിമം എനർജി റിക്വയർഡ് ഫോർ ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ത്രെഷോൾഡ് എനർജി. അപ്പൊ ഈ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ നടക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു മിനിമം എനർജിയും കൂടി വേണം. അതിന് ത്രെഷോൾഡ് എനർജി എന്ന് പറയും. അപ്പൊ മിനിമം ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇജക്ഷൻ നടക്കൂ. അതിന് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയും. അതുപോലെ മിനിമം എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് നടക്കും. അതിന് ത്രെഷോൾഡ് എനർജി എന്നും പറയും. ഇനി the minimum energy required for the ejection of electron is called threshold energy and or work function എന്ന് പറയാം, phi. നെക്സ്റ്റ് എന്താണ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ ഫീച്ചേഴ്സ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ മെറ്റൽ, സോഡിയം, പൊട്ടാഷ്യം, സീഷ്യം പോലത്തെ മെറ്റൽസിന് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ചെയ്യാം. സർട്ടൻ റേഡിയേഷൻ കൊടുത്തിട്ട് അതിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാം. ആ ഇലക്ട്രോൺസ് നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാന്ന് വെച്ചാൽ number of photoelectrons ejected is directly proportional to intensity of radiation. നമ്മൾ കൊടുത്ത റേഡിയേഷൻ ഇല്ലേ, അതിന്റെ ഇന്റൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്? ഈ എമിറ്റ് ചെയ്ത ഫോട്ടോ ഇലക്ട്രോൺസ് ആയത്. ഫോട്ടോ ഇലക്ട്രോൺ ഇജക്റ്റഡ് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് ദി റേഡിയേഷൻ. ഇനി കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. ഇനി അതുപോലെ തന്നെ ഈ ഇജക്ട് ചെയ്ത ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആര് പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമ്മൾ കൊടുത്ത റേഡിയേഷന്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഇജക്ട് ചെയ്തത് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ, നമ്മൾ കൊടുത്ത ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷന് പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ ഇജക്ട് ചെയ്ത ഫോട്ടോ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്മൾ കൊടുത്ത റേഡിയേഷന്റെ ഫ്രീക്വൻസിക്ക്. ഇനി when photon of sufficient energy strikes on the metal, it transfers its energy to the electron. നമ്മൾ ഒരു ഫോട്ടോന്റെ സഫിഷ്യന്റ് എനർജി ഉള്ള ഫോട്ടോൺ മെറ്റലിലേക്ക് സ്ട്രൈക്ക് ചെയ്തെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിൽ ഒരു പാർട്ട് ഓഫ് എനർജി എന്തിനു ഉപയോഗിക്കും? ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ വേണ്ടി ഉപയോഗിക്കും.
പിന്നെ റിമൈനിങ് എനർജി എന്ത് ഉപയോഗിക്കും? ഫോട്ടോ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് പറയാം? കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഹാഫ് mv² ഈസ് ഈക്വൽ ടു h nu മൈനസ് h nu എന്ന് പറയാം. h nu എന്ന് പറയുന്നത് എനർജി ഓഫ് ഫോട്ടോൺ ആണ്. അല്ല h nu നോട്ട് എന്നാണെങ്കിലോ ത്രെഷോൾഡ് എനർജി. അപ്പൊ ഇതെല്ലാം എന്ത്? ഫീച്ചേഴ്സ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. നെക്സ്റ്റ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത് എൻ ഐഡിയൽ ബ്ലാക്ക് ബോഡി ഈസ് എ പെർഫെക്റ്റ് അബ്സോർബർ ആൻഡ് പെർഫെക്റ്റ് എമിറ്റർ ഓഫ് റേഡിയേഷൻ ഓഫ് എനി ഫ്രീക്വൻസി. ഇപ്പോൾ ഒരു ഐഡിയൽ ബ്ലാക്ക് ബോഡി കൺസിഡർ ചെയ്താൽ അവരെന്തായിരിക്കും? പെർഫെക്റ്റ് അബ്സോർബർ ആയിരിക്കും, അതുപോലെ തന്നെ പെർഫെക്റ്റ് എമിറ്റർ ആയിരിക്കും. ഏതൊരു റേഡിയേഷന്റെ എനി ഫ്രീക്വൻസിയിലുള്ള ഏത് റേഡിയേഷന്റെയും പെർഫെക്റ്റ് ആയിട്ടുള്ള അബ്സോർബർ, അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള എമിറ്റർ, അതിനാണ് എന്ത് പറയുന്നത്? ഐഡിയൽ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അതായത് ഒരു ഐഡിയൽ ബോഡിക്ക് എന്ത് സംഭവിക്കാം? ഇറ്റ് ക്യാൻ എമിറ്റ് ഓർ അബ്സോർബ് ഓൾ കൈൻഡ്സ് ഓഫ് ഫ്രീക്വൻസി. എല്ലാ ഫ്രീക്വൻസിനെയും ഒന്നിക്കൽ എമിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബ്ലാക്ക് ബോഡി ഹീറ്റ് ചെയ്താൽ അത് എന്ത് ചെയ്യും? ഇറ്റ് ക്യാൻ എമിറ്റ് റേഡിയേഷൻ വിത്ത് ഡിഫറെന്റ് ഫ്രീക്വൻസി. അപ്പോൾ ഒരു ബ്ലാക്ക് ബോഡിനെ ഹീറ്റ് ചെയ്താൽ അത് റേഡിയേഷൻ എമിറ്റ് ചെയ്യും, ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ റേഡിയേഷൻ നമ്മൾ എന്ത് പറയുന്നത്? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയും. നമ്മളൊരു ബ്ലാക്ക് ബോഡിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും? റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ റേഡിയേഷൻ ഡിഫറെന്റ് ഫ്രീക്വൻസിയിലായിരിക്കും. അത് നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ അയോൺ റോഡിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് ചെയ്യും? അത് റെഡ് കളർ ആയിട്ട് മാറും, പിന്നെ അതൊരു ഡീപ്പ് റെഡ് ആവും. പിന്നെ ഇത് കുറച്ചുകൂടി ഹീറ്റ് ചെയ്താൽ ഇറ്റ് ബിക്കംസ് വൈറ്റ് ആൻഡ് ടേൺസ് ഇൻ ടു ബ്ലൂ കളർ അണ്ടർ വെരി ഹൈ ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതാണ് എന്ത് നമ്മള് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? പെർഫെക്റ്റ് അബ്സോർബർ ആണ്, അതുപോലെ തന്നെ പെർഫെക്റ്റ് എമിറ്റർ ഓഫ് റേഡിയേഷൻ ഓഫ് എനി ഫ്രീക്വൻസി. അതായത് അവർക്ക് that it can emit or absorb all kinds of frequency. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോർ മോഡൽ ഓഫ് ആറ്റം നോക്കാം. ബോർസ് തിയറി ഓഫ് അറ്റോമിക് സ്ട്രക്ചർ. ഇപ്പൊ ബോർസ് തിയറി പറയുന്നത് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർട്ടൻ ക്ലോസർ ഫിക്സഡ് എനർജി സ്റ്റേറ്റ് വിച്ച് നോൺ ആസ് ഷെൽ ഓർ ഓർബിറ്റ്. ഇപ്പൊ ബോർസ് മോഡലിലെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ന്യൂക്ലിയസ് ചുറ്റും ഇങ്ങനെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ റിവോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? സർട്ടൻ ക്ലോസ് ഫിക്സഡ് എനർജി സ്റ്റേറ്റ്. അവർക്ക് എന്തുണ്ട്? ഒരു ഫിക്സഡ് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ് ഉണ്ട്. അതിനാണ് നമ്മൾ ഷെൽ ഓർ ഓർബിറ്റ് എന്ന് പറയുന്നത്. ബോർസ് മോഡൽ ഓഫ് ആറ്റം ഇമ്പോർട്ടന്റ് ഒരു മോഡലാണ്. അതിന്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് സർട്ടൻ ക്ലോസ് ഫിക്സ്ഡ് എനർജി സ്റ്റേറ്റ് ആണ്. അത് നമ്മുടെ ഷെൽ ഓർ ഓർബിറ്റ് എന്ന് പറയുന്നത്. But there are several such orbits, each at different distance from nucleus. അങ്ങനെ ഒരു ഓർബിറ്റ് മാത്രമല്ല ഉള്ളത്, അങ്ങനെ ഒരുപാട് there are several such orbits ഉണ്ട്. അതെന്ന് പറയുന്നത് ന്യൂക്ലിയസ് എന്തായിരിക്കും? ഡിഫറെന്റ് ഡിസ്റ്റൻസിൽ ഉണ്ടാകാം. ഇപ്പൊ ന്യൂക്ലിയസ് നിന്ന് ഡിഫറെന്റ് ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരുപാട് ഷെൽസ് ഉണ്ട്. ആ ഷെൽസ് ഓർബിറ്റിൽ എന്ന് പറയുന്നത് ഫിക്സഡ് എനർജി ആയിരിക്കും. അതിലൂടെയാണ് ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. As the distance of shell increases from the nucleus, its energy also increases. ഇനി നമ്മളെ ഈ ഷെല്ലിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ നിന്ന് എത്രത്തോളം ദൂരാണോ അപ്പൊ അതിന്റെ എനർജിയും കൂടി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഷെല്ലിന്റെയും ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ എനർജിയും പറയുന്നത് ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി. എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്റ്റെബിലിറ്റി ഡിക്രീസസ്. അപ്പം an electron neither emit nor absorb energy as long as it revolves around the nucleus in a particular shell. അപ്പം ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്ത് ന്യൂക്ലിയസ് ചുറ്റും ഒരു സ്പെസിഫിക് ഓർബിറ്റലില് അല്ലെങ്കിൽ ഷെല്ലിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് എനർജി എമിറ്റ് ചെയ്യും ചെയ്യില്ല, അതുപോലെ തന്നെ അബ്സോർബ് ചെയ്യൂല. ഇലക്ട്രോൺ neither emit or nor absorb energy as long as revolving around the nucleus in a particular shell. And when electron jump from inner stationary state to outer stationary state, ഇനി ആ ഇലക്ട്രോണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനർജി ഒന്നും എമിറ്റ് അബ്സോർബും ചെയ്യില്ല. പക്ഷെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? ഇന്നർ സ്റ്റേഷനറി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണ് ഔട്ടറിലുള്ള ഒരു സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യുന്നു വിചാരിക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് എനർജി അബ്സോർബ് ചെയ്യും. അപ്പൊ ഇന്നർ സ്റ്റേഷനറി സ്റ്റേറ്റിലുള്ള ഒരാള് ഔട്ടർ സ്റ്റേഷനറി സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് എനർജീനെ അബ്സോർബ് ചെയ്യും. And return from an outer stationary state to inner stationary state to emit energy. ഇനി അതങ്ങനെ ഔട്ടർ സ്റ്റേഷനറി സ്റ്റേറ്റിലേക്ക് എത്തിയാല് അവിടുന്ന് എന്ത് തിരിച്ചു പോകണമല്ല, തിരിച്ച് ഇന്നർ സ്റ്റേറ്റിലേക്ക് പോകണം. അത് എങ്ങനെ പോകുന്ന വെച്ചാല്
എനർജി എന്ത് ചെയ്യും, എമിറ്റ് ചെയ്തിട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ എമൗണ്ട് ഓഫ് എനർജി എമിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തതോ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു E2 മൈനസ് 1, E2 മൈനസ് E1. അതായത് E2 എന്ന് പറയുന്നത് സെക്കൻഡ് ലെവലാണ്, E1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലെവൽ എനർജി ആണെങ്കിൽ അത് നമുക്ക് അങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഇപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് ഇന്റെ ഇക്വേഷൻ നമുക്കറിയാം എച്ച് ന്യൂ എന്നറിയാം. അപ്പൊ എച്ച് ന്യൂ 2 മൈനസ് എച്ച് ന്യൂ 1 അല്ലെങ്കിൽ എച്ച് ന്യൂ ഇൻറ്റു ന്യൂ ഇസ് ഈക്വൽ ടു ന്യൂ 2 മൈനസ് ന്യൂ 1. അപ്പൊ ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ഓർ അബ്സോർബ്ഡ്. അപ്പൊ ബോർസ് മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത് സിമ്പിളായി പറയുകയാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു സർട്ടൻ ക്ലോസ് ആയിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ് ആണ്. ആ എനർജി സ്റ്റേറ്റ് നമ്മൾ എന്ത് പറയുന്നത്? ഷെൽ ഓർ ഓർബിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഓർബിറ്റ് മാത്രമല്ല, there are several such orbits which are distant from nucleus. ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും ഡിഫറെന്റ് ആയിട്ടുള്ള ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ്സ് ഉണ്ട്. Any distance of shell increases from the nucleus, its energy also increases. ഈ ഷെല്ലിൽ നിന്ന് ന്യൂക്ലിയസിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ എനർജിയും പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അപ്പൊ എനർജി ഇൻക്രീസ് ചെയ്യുന്ന സംഭവിക്കുന്ന സ്റ്റെബിലിറ്റി സ്വാഭാവികമായും ഡിക്രീസ് ചെയ്യും. അപ്പം an electron neither emit nor absorb energy. അപ്പം ഈ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യൂല? എനർജി അബ്സോർബ് ചെയ്യുകയും ചെയ്യൂല, എമിറ്റ് ചെയ്യും ചെയ്യൂല. ഇനി ഇലക്ട്രോണ് ഇന്നർ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് ഔട്ടർ സ്റ്റേറ്റിലെ സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അത് എനർജി അബ്സോർബ് ചെയ്യും. റിവോൾവ് ചെയ്യുന്ന സമയത്ത് എമിറ്റ് അബ്സോർബ് ചെയ്യില്ല. പക്ഷെ ഇലക്ട്രോണ് ഇന്നർ സ്റ്റേഷനറി സ്റ്റേറ്റിൽ നിന്ന് ഔട്ടർ സ്റ്റേഷനറി സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അത് എനർജി എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അതുപോലെ റിട്ടേൺ ചെയ്ത് ഔട്ടറിന് ഇന്നറിലേക്ക് പോകുന്ന സമയത്ത് എനർജി എമിറ്റ് ചെയ്യും. ഇങ്ങനെ എനർജി എമിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തതോ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Delta is equal to E2 minus E1 and E is equal to H nu. Therefore, delta is equal to H nu 2 minus H nu 1. Any angular moment of electron is always integral multiple of H by 2 pi. അപ്പോൾ MVR is equal to angular moment എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ MVR എന്ന് പറയുന്നത് is equal to NH by 2 pi. നമുക്ക് എന്ത് പറയാം? ബോർ മോഡൽ ഓഫ് ആറ്റം പറയുന്നത് എന്താണ്? ആംഗുലർ മൊമെന്റ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും? ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് മെറിറ്റ്സ് ഓഫ് ബോർ തിയറി. ബോർ തിയറിന്റെ മെറിറ്റ്സ് എന്തെല്ലാം നോക്കാം. ഫസ്റ്റ്, ബോർ തിയറി എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ റുദർഫോർഡ് തിയറി ഒന്നും ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ ബോർ തിയറി സ്വാഭാവികം എന്ത് പറഞ്ഞിട്ടുണ്ട്? ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ it is used to determine the energy of the electron. Okay. It is used to determine with the energy of electron in a particular shell of H atom. അതൊരു H ആറ്റത്തിലുള്ള particular ഷെല്ലുള്ള H ആറ്റത്തിലുള്ള എനർജി, ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് ബോർ തിയറി ഉപയോഗിച്ച് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബോർ തിയറി എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ഗ്യാസും ബോർസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ബോർ തിയറിന്റെ പോസ്റ്റുലേറ്റ്സ് സംഭവം നോക്കാം. അടുത്തത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. According to Maxwell, when a charged particle under acceleration can produce and transmit electric field and magnetic field. അപ്പം ഇത് കൊണ്ടുവന്നത് മാക്സ്വെൽ ആണ്. അപ്പൊ മാക്സ്വെൽ പറഞ്ഞത് എന്താ വെച്ചാല്, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അണ്ടർ ആക്സിലറേഷനുള്ള, അതായത് ഒരു സ്പെസിഫിക് വെലോസിറ്റിയിലും ആൻഡ് സ്പെസിഫിക് ടൈമിലും പോകുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ആൻഡ് ട്രാൻസ്മിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ബോത്ത് ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിനെയും പ്രൊഡ്യൂസ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും. അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അണ്ടർ ആക്സിലറേഷന് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ആൻഡ് ട്രാൻസ്മിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. So these fields are propagated in the form of waves which are called electromagnetic radiation. അപ്പൊ ഈ ഫീൽഡ്സ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇൻ ദ ഫോംസ് ഓഫ് വേവ്സ് ആയിട്ടാണ്. അത് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഫ്യൂച്ചേഴ്സ് എന്തെല്ലാം നോക്കാം. ഫസ്റ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എന്തുണ്ട്? ബോത്ത് ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ. അവ രണ്ടും എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും, വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ഓൾസോ
perpendicular to the plane of propagation. ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അവ രണ്ടും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്തിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും? അവർ പ്ലെയിൻ ഓഫ് പ്രൊപ്പഗേഷനും കൂടി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഡസന്റ് റിക്വയർ എനി മീഡിയം ഫോർ ദർ പ്രൊപ്പഗേഷൻ. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് പാസ് ചെയ്യാൻ വേണ്ടി ഒരു മീഡിയത്തിന്റെയും ആവശ്യമില്ല. അതായത് they can travel in vacuum. Next, there are several types of electromagnetic radiation which are differ by their wavelength. ഇപ്പൊ ഒന്ന് മാത്രമല്ല, ഒരുപാട് ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഉണ്ട്. അവ ഓരോന്നും എന്തായിരിക്കും? അവർ വേവ് ലെങ്ത്തിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലോ എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ടാവും. വേവ് ലെങ്ത്തിലോ ഫ്രീക്വൻസിയിലോ ഡിഫറൻസ് ഉള്ള സെവറൽ ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആർ എക്സ്പ്രസ് ഇൻ ഡിഫറെന്റ് യൂണിറ്റ്സ്. ഡിഫറെന്റ് യൂണിറ്റ്സിൽ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ എക്സ്പ്രസ് ചെയ്യാം. ഇനി വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ വാക്വം ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. വാക്വത്തിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് 3 to 10⁻⁸ m/s എന്ന് പറയുന്ന വെലോസിറ്റി. ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് അതിനെന്തുണ്ട്? ഒരു ചാർജ് പാർട്ടിക്കിൾ നമ്മൾ ആക്സലേഷനിൽ കൊടുത്താൽ അതെന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ദീസ് ഫീൽഡ് പ്രൊപ്പഗേറ്റ് ഇൻ ദ ഫോംസ് ഓഫ് വേവ്സ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അതിന് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് അതിന് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അതുപോലെ തന്നെ അവ രണ്ടും അപ്പറിപ്പറും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ തന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. അതായത് അവർക്ക് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന് മാത്രമല്ല, സെവറൽ ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഉണ്ട്. അവര് വേവ് ലെങ്ത്തിലും ഫ്രീക്വൻസിയിലും വ്യത്യസ്തങ്ങളായിരിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ നമ്മൾ ഡിഫറെന്റ് യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യും. പിന്നെ വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വാക്വം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. 3 × 10⁸ m/s. നെക്സ്റ്റ്, എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ദിസ് വേരിയസ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ അറേഞ്ച്മെന്റാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഒന്നിക്കൽ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് നമുക്ക് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് വേവ് ലെങ്ത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഫ്രീക്വൻസി. ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പം ഒരു കുറച്ച് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ഫോർ വേരിയസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗാമ റേസ്, എക്സ് റേസ്, UV റേസ്, വിസിബിൾ റേസ്, IR റേസ്, മൈക്രോവേവ്, റേഡിയോ വേവ്. ഇതെന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്തിലാണ് ഇവ കൊടുത്തത്, അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയിൽ. ഇത് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഈ ഒരു അറേഞ്ച്മെന്റിന്റെ, ഈ റേഡിയേഷന്റെ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് സ്പെക്ട്രം നോക്കാം. സ്പെക്ട്രം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് വേരിയസ് റേഡിയേഷൻ വിത്ത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദർ വേവ് ലെങ്ത്. ഇങ്ങനെ വേവ് ലെങ്ത്തിലുള്ള ഈ റേഡിയേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അത് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെക്ട്രം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ റേ ഓഫ് ബ്രൈറ്റ് ലൈറ്റ്, നമ്മളൊരു ബ്രൈറ്റ് ലൈറ്റ് ഒരു ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അവ സ്പ്ലിറ്റ് ചെയ്ത് കുറെ കളേഴ്സ് ഉണ്ടാക്കും. വിബ്ജിയോർ എന്ന് പറഞ്ഞ കളേഴ്സ് ഉണ്ടാക്കും. അത് ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? അവര് മോർ ആയിട്ട് ബെൻഡ് ചെയ്യും ദാൻ വിത്ത് ലാർജർ വേവ് ലെങ്ത്. ഇപ്പൊ ഷോർട്ടർ വേവ് ലെങ്ത്തുള്ള ആൾക്കാർ മോർ ബെൻഡ് ചെയ്യും, ലാർജർ വേവ് ലെങ്ത്തുള്ള ആൾക്കാരെ കുറച്ച ബെൻഡ് ചെയ്യാം. ആൻഡ് ദ സ്പെക്ട്രം ഇസ് ഒബ്റ്റൈൻഡ് ഇറ്റ് ഇസ് കണ്ടിന്യൂസ് സ്പെക്ട്രം. അങ്ങനെ കിട്ടും നമുക്ക് സ്പെക്ട്രം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരിക്കും. ബിക്കോസ് ദ 7 കളേഴ്സ് ആർ മെർജ്ഡ് ഇൻടു ദ നെക്സ്റ്റ്. ഇപ്പൊ സ്പെക്ട്രം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് അറേഞ്ച്മെന്റ് ഓഫ് വേരിയസ് റേഡിയേഷൻ. നേരത്തെ പറഞ്ഞ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയാം, വിത്ത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദർ വേവ് ലെങ്ത്. ഇനി വാട്ട് ഈസ് അബ്സോർപ്ഷൻ സ്പെക്ട്രം? Absorption spectrum is the arrangement of the radiation absorbed by an atom in the increasing order of wavelength. ഈ റേഡിയേഷൻ അറേഞ്ച്മെന്റ് ഓഫ് റേഡിയേഷൻ അബ്സോർബ് ചെയ്ത ആറ്റം. അപ്പോൾ ഈ അബ്സോർബ് ചെയ്ത റേഡിയേഷൻസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്തുള്ള അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയും. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്തോ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയിലോ. അപ്പൊ റേഡിയേഷൻ അബ്സോർബ് ചെയ്ത ആറ്റത്തിന്റെ അറേഞ്ച്മെന്റ്. അപ്പൊ എമിഷൻ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ എന്ത് വരും? അതെന്ന് പറയുന്നത് arrangement of radiation emitted by an atom. Atom emit ചെയ്ത റേഡിയേഷന്റെ അറേഞ്ച്മെന്റ് ആണ് എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദർ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി. അപ്പം റേഡിയേഷൻ എമിറ്റ് ചെയ്ത ആറ്റം എമിറ്റ് ചെയ്ത റേഡിയേഷന്റെ അറേഞ്ച്മെന്റ് ഇൻക്രീസിംഗ് ഓർഡർ വേവ് ലെങ്ത്തിലുള്ള അറേഞ്ച്മെന്റ് ആണ് എമിഷൻ സ്പെക്ട്ര. അബ്സോർപ്ഷൻ ആണെങ്കിലോ ആറ്റം റേഡിയേഷൻ അബ്സോർബ് ചെയ്തതിന്റെ അറേഞ്ച്മെന്റ്.
അപ്പൊ ഈ എമിഷൻ സ്പെക്ട്രം നമ്മൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ചാല് നമ്മൾ എന്ത് ചെയ്യും, ഒരു സാമ്പിൾ എന്ത് ചെയ്യും, എനർജി സപ്ലൈ ചെയ്യും. എങ്ങനെ സപ്ലൈ ചെയ്യുന്നത്? ബൈ ഹീറ്റിംഗ്, ഒന്നിക്ക് അതിനെ ഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇറാഡിയേറ്റിംഗ് വിത്ത് റേഡിയേഷൻ, എന്തെങ്കിലും ഒരു റേഡിയേഷൻ വെച്ചിട്ട് അതിനെ ഇറേഡിയേറ്റ് ചെയ്ത, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എമിഷൻ സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സമയത്ത് എന്ത് സംഭവിക്കും? ആറ്റം മോളിക്യൂൾസ് ആർ എക്സൈറ്റഡ് ഇൻ ടു ഹയർ എനർജി സ്റ്റേറ്റ്. ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ത് സംഭവിക്കും? അത് ലോ എനർജി സ്റ്റേറ്റ് ആണ് ആദ്യം ഉണ്ടാകുക. അതെന്ത് സംഭവിക്കും? ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. നമ്മളൊരു സാമ്പിളിലേക്ക് എന്തെങ്കിലും എനർജി സപ്ലൈ ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെയുള്ള സാമ്പിളിലുള്ള ആറ്റംസ് എന്ന് പറയുന്നത് ലോ എനർജി സ്റ്റേറ്റിലായിരിക്കും, അവരെ ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യും. അപ്പൊ നമുക്കറിയാം ഹയർ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ അൺസ്റ്റാബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അപ്പൊ അവരെന്ത് എപ്പോഴും ശ്രമിക്കുക? ലോ എനർജി സ്റ്റേറ്റിലേക്ക് വരാനാണ് ശ്രമിക്കുക. അപ്പൊ ലോ എനർജി സ്റ്റേറ്റിലേക്ക് സ്റ്റേബിൾ ആയതുകൊണ്ട് ലോ എനർജി സ്റ്റേറ്റിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ ഹൈ എനർജിയിലേക്ക് എക്സൈറ്റ് ചെയ്ത ആറ്റംസ് ലോ എനർജി സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കണം? റേഡിയേഷൻസ് എമിറ്റ് ചെയ്യണം, പുറത്തേക്ക് വിടണം. അപ്പൊ വിച്ച് ഫാൾസ് ഇൻ എമിഷൻ സ്പെക്ട്രം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? എമിഷൻ സ്പെക്ട്രം ഉണ്ടാകുന്നത്. അതായത് നമ്മളൊരു സാമ്പിളിനെ ഹീറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഇറേഡിയേറ്റ് വിത്ത് റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് എമിഷൻ സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ സാമ്പിളിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള മോളിക്യൂൾസ് ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യും. ഹയർ എനർജി സ്റ്റേറ്റ് അൺസ്റ്റാബിൾ ആയതുകൊണ്ട് അത് ലോ എനർജി സ്റ്റേറ്റിലേക്ക് വരും. അപ്പൊ ഈ ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ വരാൻ പറ്റും? അവർക്ക് റേഡിയേഷൻ എമിറ്റ് ചെയ്താൽ മാത്രമേ ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഉണ്ടാകുന്നത്. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ലൈൻ സ്പെക്ട്രം? ലൈൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ സബ്സ്റ്റൻസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. ഇൻ ആൻ എമിറ്റഡ് ലൈറ്റ് when this light is resolved in a spectroscope. ഇപ്പൊ നമ്മളൊരു വോളറ്റൈൽ സബ്സ്റ്റൻസിനെ എമിറ്റഡ് ലൈറ്റിൽ ഹീറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ആ ലൈറ്റ് നമ്മൾ ഒരു സ്പെക്ട്രോസ്കോപ്പിലൂടെ റിസോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? സം ഐസൊലേറ്റഡ് കളേർഡ് ലൈൻസ് ആർ അബ്സോർബ്ഡ്. നമുക്ക് ഐസൊലേറ്റഡ് കളേർഡ് ലൈൻസ് നമുക്ക് ഒരു സ്പെക്ട്രോസ്കോപ്പിൽ കൂടി ഒബ്സർവ് ചെയ്യാൻ പറ്റും. വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ ഡാർക്ക് സ്പേസ്. ആ കളേർഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? എല്ലാം ഒരുമിച്ച് അടുത്തടുത്തെല്ലാം ഉണ്ടാകാം. കളേർഡ് ലൈൻസ് ഡാർക്ക് സ്പേസ് വെച്ച് സെപ്പറേറ്റ് ഉണ്ടായിട്ടാണ് ഉണ്ടാകാം. ഇപ്പൊ ഒരു പച്ചയാണെങ്കിൽ ഗ്രീന് ശേഷം കുറച്ച് ഡാർക്ക് സ്പേസ് ഉണ്ടാവും, അതിനുശേഷം റെഡ്, പിന്നെ ഡാർക്ക് സ്പേസ്. അങ്ങനെ എല്ലാ കളേഴ്സും എങ്ങനെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടാവും? ഒരു ഡാർക്ക് സ്പേസ് വെച്ച് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സ്പെക്ട്രം അങ്ങനെ കിട്ടുന്ന സ്പെക്ട്രത്തിന് നമ്മൾ എന്ത് പറഞ്ഞത്? ലൈൻ സ്പെക്ട്രം എന്ന് പറയാം, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയാം. അതായത് ഒരു വോളറ്റൈൽ സബ്സ്റ്റൻസ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇന്ന എമിറ്റഡ് ലൈറ്റിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പിൽ റിസോൾവ് ചെയ്യുമ്പോൾ സം ഐസൊലേറ്റഡ് കളേർഡ് ലൈൻസ് ആർ ഒബ്റ്റൈൻഡ്. ആ ഐസൊലേറ്റഡ് കളേർഡ് ലൈൻസ് എന്തായിരിക്കും? ഡാർക്ക് സ്പേസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ കിട്ടുന്ന ആ സ്പെക്ട്രത്തിന് എന്ത് പറയുന്നത്? ലൈൻ സ്പെക്ട്രം അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ അബ്സോർപ്ഷൻ ആൻഡ് സബ്സീക്വന്റ് എമിഷൻ ഓഫ് എനർജി. അപ്പൊ ഇതെങ്ങനെ കിട്ടുന്നത്? ഈ ലൈൻ സ്പെക്ട്രം ഒബ്റ്റൈൻ ചെയ്യുന്നത് ഒന്നിക്കൽ അബ്സോർപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സബ്സീക്വന്റ് എമിഷൻ ഓഫ് എനർജി കാരണമാണ് ഈ ലൈൻ സ്പെക്ട്രം ഉണ്ടാകുന്നത്. അപ്പൊ ഇത് നമ്മൾ എന്തോ ലൈൻ സ്പെക്ട്രത്തിന് നമ്മൾ അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയും. അപ്പൊ ഈ ഓരോ എലമെന്റിനും ഓരോ ലൈൻ സ്പെക്ട്രം ഉണ്ടാവാം. ഇറ്റ്സ് ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് ദ അതർ എലമെന്റ്. അതായത് ഒരു എലമെന്റിന്റെ സ്പെക്ട്രം ആയിരിക്കില്ല ലൈൻ സ്പെക്ട്രം ആയിരിക്കില്ല വേറെ എലമെന്റ് ലൈൻ സ്പെക്ട്രം. അപ്പം characteristics line in the line spectrum can be used to identify the unknown atoms. അപ്പൊ നമുക്ക് ലൈൻ സ്പെക്ട്രം ഉപയോഗിച്ച് എന്ത് ചെയ്യാം? അൺനോൺ ആറ്റംസിനെ കണ്ടുപിടിക്കാം. കാരണം ഓരോ എലമെന്റിന്റെയും ലൈൻ സ്പെക്ട്രം ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അൺനോൺ ആറ്റത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ലൈൻ സ്പെക്ട്രം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ലൈൻ സ്പെക്ട്രത്തിന് ഫിംഗർ പ്രിന്റ് ഓഫ് ആറ്റം എന്ന് പറയാം. കാരണം എന്താ? അവര് ഓരോ ആറ്റത്തിനും ഈ ലൈൻ സ്പെക്ട്രം ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഈ ലൈൻ സ്പെക്ട്രത്തിന് എന്ത് പറയും? ഫിംഗർ പ്രിന്റ് ഓഫ് ആറ്റം എന്ന് കൂടി പറയുന്നുണ്ട്. ഇനി നമുക്ക് അറ്റോമിക് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം നോക്കാം. അപ്പം ബോർസ് തിയറി എന്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്? ബോർസ് തിയറി എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. ബോർസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ ബോർസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്ത ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രം എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകാണ്. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ 5 സീരീസ് ഓഫ് ലൈൻസ് ഉണ്ട് എന്ന് പറയുന്നത്. ഏതെല്ലാം ഈ 5 സീരീസ് ഓഫ് ലൈൻസ്? ലൈമൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, ഇങ്ങനെ 5 സീരീസ് ഓഫ് ലൈൻസ് ഉണ്ട്. When energy is supplied to a given sample of hydrogen gas, ഒരു given sample of hydrogen gas എടുത്ത് നമ്മൾ അതിൽ എനർജി സപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? ആ ഹൈഡ്രജൻ ആറ്റത്തിൽ പ്രസന്റ് ചെയ്ത ഇലക്ട്രോൺ എന്ത് ചെയ്യും? ആ റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. നമ്മൾ സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൽ എനർജി സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായ ഹൈഡ്രജൻ ആറ്റം
റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? അത് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യും. ഹൈഡ്രജൻ ആറ്റം ലോ എനർജിയിൽ നിന്ന് ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യും. ആ ഹൈ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ ഇലക്ട്രോൺസ് ആൻഡ് ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ ടു ദ ലോ എനർജി സ്റ്റേബിൾ ബൈ എമിറ്റിംഗ് റേഡിയേഷൻ. അപ്പൊ ഹൈ എനർജി സ്റ്റേറ്റ് എപ്പോഴും അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് എന്ത് ചെയ്യും? ലോ എനർജി സ്റ്റേറ്റിലേക്ക് വരും. ഇപ്പൊ ലോ എനർജി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് മോർ സ്റ്റേബിൾ ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ വെറുതെ വരാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്തുകൊണ്ടാണ് വരാം. അപ്പൊ ഈ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത് ഏത് റീജിയനിലേക്കാണ് പോകുന്നത്, ആ റീജിയൻ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ 5 സീരീസും പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺ ഫ്രം ഹയർ ഓബ്ജക്ട് റിട്ടേൺസ് ടു ഫസ്റ്റ് ലെവൽ. ഇങ്ങനെ ഈ ഇലക്ട്രോൺസ് ഹയർ ഇലക്ട്രോൺസ് ഇൻ കേസ് അത് ഫസ്റ്റ് ലെവലിലാണ് റിട്ടേൺ ചെയ്തു വിചാരിക്കാം. n=1 ലെവലിലേക്കാണ് റിട്ടേൺ ചെയ്തെങ്കിൽ അത് പോകുന്ന റീജിയൻ എന്ന് പറയുന്നത് UV റീജിയനിലേക്ക് ഫാൾ ചെയ്യാം. അപ്പൊ അങ്ങനെ UV റീജിയനിലേക്ക് ഫാൾ ചെയ്യുന്ന ഫസ്റ്റ് ലെവലിലേക്ക് ഫാൾ ചെയ്യുന്ന ഇലക്ട്രോൺസ്, അപ്പൊ ആ സീരീസിനെ നമ്മൾ ലൈമാൻ സീരീസ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് ഫ്രം ഹൈ ഓർബിറ്റസ് റിട്ടേൺസ് ടു സെക്കൻഡ് ലെവൽ. ഇൻ കേസ് ഇലക്ട്രോൺസ് ഹൈ ഓർബിറ്റൽ ഇലക്ട്രോൺസ് സെക്കൻഡ് ലെവലിലേക്ക് ഫാൾ ചെയ്യുന്നത് n=2 എന്ന ലെവലിലേക്ക് ഫാൾ ചെയ്യുന്നെങ്കിൽ ആ റീജിയൻ നമ്മൾ എന്താ പറയുക? വിസിബിൾ റീജിയൻ എന്ന് പറയും. ഇലക്ട്രോൺസ് ഫ്രം ഹയർ സ്റ്റേറ്റ് ഈസ് റിട്ടേൺസ് ടു തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് എനർജി ലെവൽ. They are passion bracket and fun series respectively in the IR region. ഇലക്ട്രോൺസിന് തേർഡ് ലെവലിലേക്കാ പോകുന്നെങ്കിൽ അതിനെ പാഷൻ എന്ന് പറയും. അതുപോലെ ഫോർത്ത് ലെവലിലേക്കാ പോകുന്നെങ്കിൽ ബ്രാക്കറ്റ് എന്ന് പറയും. ആൻഡ് ഓൾസോ ഫിഫ്ത്ത് ലെവലിലേക്കാ പോകുന്നെങ്കിൽ അതിന് ഫൺ സീരീസ് എന്ന് പറയും. ഈ 3 റീജിയനും IR റീജിയനിലാണ്. അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാല് ഫസ്റ്റ് ബോർ തിയറി എന്താ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജന് 5 സീരീസ് ഓഫ് ലൈൻസ് ഉണ്ടെന്ന് പറയുന്നത് ലൈമൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. അപ്പൊ നമ്മൾ എനർജി സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ എനർജി സപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ആ റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് ഹൈ സ്റ്റേറ്റിലേക്ക് പോകും. ഹൈ സ്റ്റേറ്റ് എപ്പോഴും അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് ലോ സ്റ്റേറ്റിലേക്ക് വരാൻ നോക്കാം. ലോ എനർജി സ്റ്റേറ്റ് സ്റ്റേബിൾ ആയതുകൊണ്ട് ഹൈ എനർജി സ്റ്റേറ്റിലുള്ള ഹൈഡ്രജന് ലോ എനർജിയിലേക്ക് വരുമ്പോൾ കുറച്ച് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് ഈ ഹയർ ഓർബിറ്റലിൽ നിന്ന് റിട്ടേൺ ചെയ്തത് ഫസ്റ്റ് ലെവലിലേക്കാണെങ്കിൽ n=1 ആണെങ്കിൽ അത് UV റീജിയൻ ആണ്. അത് നമ്മൾ ലൈമാൻ സീരീസ് എന്ന് വിളിച്ചു. ഇലക്ട്രോൺസ് ഹയർ ഓർബിറ്റലിൽ നിന്ന് സെക്കൻഡ് ലെവലിൽ ഇൻ കേസ് വീണതെങ്കിൽ ഫാൾ ചെയ്തതെങ്കിൽ അതൊരു വിസിബിൾ റീജിയൻ ആണ്. അത് നമ്മൾ ബാമർ എന്ന് വിളിച്ചു. ഇലക്ട്രോൺസ് ഹയർ സ്റ്റേഷനറി സ്റ്റേജിൽ നിന്ന് റിട്ടേൺ ചെയ്ത് തേർഡിലാണെങ്കിൽ അതിനെ നമ്മൾ പാഷൻ എന്ന് വിളിക്കും. ഇനി ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഫോർത്തിലേക്ക് റിട്ടേൺ ചെയ്തെങ്കിൽ അതിനെ ബ്രാക്കറ്റ് എന്ന് വിളിക്കും. ഫിഫ്ത്തിലേക്കാണെങ്കിൽ അതിനെ ഫണ്ട് സീരീസ് എന്ന് വിളിക്കും. അപ്പൊ ഈ 3 ബ്രാക്കറ്റ്, പാഷൻ ആൻഡ് ഫണ്ട് IR റീജിയൻ ആണ്. ഫസ്റ്റത്തെ ലൈമൻ ആണെങ്കിൽ UV റീജിയൻ ആണ്. ബാമർ ആണെങ്കിലോ അത് വിസിബിൾ റീജിയനിലാണ് ഫാൾ ചെയ്യുന്നത്. അപ്പൊ അതിനൊരു സ്പെക്ട്രം ഇത് നോക്കി മനസ്സിലാകും. n=1 നമ്മൾ ലൈമാൻ സീരീസ് UV-യിലാണ് വരുന്നത്. ബാമറിൽ വരുന്നതാണെങ്കിൽ n=2 ആണ്. ഇനി പാഷൻ സീരീസ് നോക്കാം, n=3 ആണ്. 4 ആവുമ്പോൾ ബ്രാക്കറ്റ്സ് അങ്ങനെ ഫണ്ട് അങ്ങനെ പോകും. അത് പറയുന്നത് അത് 3 IR റീജിയൻ. And determination of wave number of emission radiation of hydrogen spectrum. Wave number of all emitted radiation in equation. അത് വേണമെന്നില്ല. നെക്സ്റ്റ് ഈ ബോർസ് തിയറിന്റെ ഡിമെറിറ്റ്സ് എന്തെല്ലാം നോക്കാം. ബോർസ് തിയറിന്റെ മെറിറ്റ്സ് നമുക്കറിയാം. സ്റ്റെബിലിറ്റി ഓഫ് ആറ്റംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈൻ സ്പെക്ട്രം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന് ഡിമെറിറ്റ്സ് നോക്കാം. ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ബോർസ് തിയറി അഗൈൻസ്റ്റ് ഡി ബ്രോഗൽ കൺസെപ്റ്റ്. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള കൺസെപ്റ്റ് ആണ് ഡി ബ്രോഗൽ കൺസെപ്റ്റ്. അതിന് ബോർസ് തിയറി അഗൈൻസ്റ്റ് ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൈസൻബർഗ് അൺസർട്ടിനിറ്റി പ്രിൻസിപ്പളിനും അഗെയിൻസ്റ്റ് ആണ്. അപ്പൊ ഈ ബോർസ് തിയറി എന്ന് പറയുന്നത് ഡി ബ്രോഗൽ കൺസെപ്റ്റിന് അഗെയിൻസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഹൈസൻബർഗ് അൺസർട്ടിനിറ്റി പ്രിൻസിപ്പളിനും അഗെയിൻസ്റ്റ് ആണ്. നെക്സ്റ്റ് ഇറ്റ് ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദി സ്പെക്ട്രം ഓഫ് മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം. മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ കേസിൽ സ്പെക്ട്രം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോറിന് പറ്റിയില്ല. ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ സ്പീഷീസിന്റെ കേസിൽ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ. നമുക്കറിയാം ഹൈഡ്രജന് 1 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ഇലക്ട്രോൺ ഉള്ള സിമ്പിൾ ആയിട്ടുള്ള കേസിൽ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ കേസിലൊന്നും ബോർ ആറ്റം മോഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ് ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ ഹൈപ്പർ ഫൈൻ സ്പെക്ട്രം. വേറൊരു ഫിനോമിനയാണ് ഹൈപ്പർ ഫൈൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അതും ആരും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ബോറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. നെക്സ്റ്റ് പറയുന്നത് ഡി ബ്രോഗ്ലി കൺസെപ്റ്റ്. ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് എന്ന് പറയുന്നത് according to de Broglie, all matter particle under motion are combined with some wave properties.
ഇപ്പൊ ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. ഡി ബ്രോഗ്ലി പറയുന്നത് എല്ലാ മാറ്ററിനും എന്തുണ്ട്, ഒരു വേവ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയുന്നത്. എങ്ങനെയുള്ള മാറ്റർ? മൂവിങ് മാറ്റർ. ഇപ്പൊ മോഷനിലുള്ള മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാറ്ററിനും ഒരു വേവ് പ്രോപ്പർട്ടി ഉണ്ട് എന്നാണ് ഡി ബ്രോഗ്ലി പറയുന്നത്. അപ്പൊ ദ വേവ് അസോസിയേറ്റ് വിത്ത് മൂവിങ് മാറ്റർ ഇസ് നോൺ ആസ് മാറ്റർ വേവ്. ഇങ്ങനെ മൂവിങ് മാറ്ററിൽ ഒരു വേവ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആ വേവ് നമ്മൾ എന്ത് വിളിക്കും? മാറ്റർ വേവ് എന്ന് വിളിക്കാം. മൂവിങ് മാറ്ററിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവിനെ മാറ്റർ വേവ് എന്ന് വിളിക്കാം. The wavelength of the matter that can be determined by using the equation. അപ്പൊ ഈ മാറ്ററിന്റെ വേവ് ലെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ആ ഇക്വേഷൻ ആണ് ഇമ്പോർട്ടന്റ്. നമ്മൾ ഡി ബ്രോഗ്ലി പറഞ്ഞ ഇക്വേഷൻ ആണ് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി, അല്ലെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി. ഈ ഇക്വേഷനിലുള്ള ഓരോ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ലാംഡ എന്ന് പറയുന്നത് എന്താണ്? വേവ് ലെങ്ത് ഓഫ് മാറ്റർ വേവിന്റെ വേവ് ലെങ്ത്. എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. M ആണെങ്കിലോ mass of moving particle in kilogram, and V is the velocity of the moving particle in meter per second. P is the momentum of particle. അപ്പോൾ ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി, all the matter under motion accompanied with some wave property. അപ്പൊ ഇങ്ങനെ മൂവിങ് മാറ്ററിൽ അസോസിയേറ്റ് ചെയ്ത ആ വേവ് നമ്മൾ മാറ്റർ വേവ് എന്ന് വിളിച്ചു. അപ്പൊ മാറ്റർ വേവിന് എന്തുണ്ടാവും? ഒരു വേവ് ലെങ്ത് ഉണ്ടാവുമല്ലോ. ആ വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഡി ബ്രോഗ്ലി കൊണ്ടുവന്നത്. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി, where h is the Planck's constant, m is the mass, and v is the velocity of the moving particle in meter per second. ഇനി for a particle moving with constant velocity, lambda is proportional to 1 by m. നമുക്കറിയാം lambda is equal to h by mv. അപ്പൊ lambda inversely proportional to mass and also inversely proportional to velocity. അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമുക്ക് എന്ത് പറയാം? മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വേവ് ലെങ്ത് കുറയും, അല്ലെ? ഇപ്പൊ ഡി ബ്രോഗ്ലി എന്തിന്റെ കേസിൽ മാത്രമേ സിഗ്നിഫിക്കന്റ് ആകും നോക്കാം. മാസ് കുറഞ്ഞ മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിന്റെ കേസിൽ മാത്രമേ സിഗ്നിഫിക്കന്റ് ആകൂ. കാരണം മാസ് കുറഞ്ഞാൽ മാത്രമേ നമുക്കൊരു നല്ല വേവ് ലെങ്ത് കിട്ടൂ. എന്നാൽ മാസ് കൂടുതലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എം ഇൻക്രീസ് ചെയ്യുമ്പോൾ ലാംഡ കുറയും. അപ്പൊ മാക്രോസ്കോപ്പിക് കേസില് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താകൂല, എഫക്റ്റീവ് ആകൂല. അപ്പൊ ലാംഡ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എം ആണ്. അതുകൊണ്ട് തന്നെ മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ്, ലോ മാസുള്ള ഒബ്ജക്റ്റിന്റെ കേസിൽ മാത്രമേ ഡി ബ്രോഗ്ലിന്റെ ഇക്വേഷൻ സിഗ്നിഫിക്കന്റ് ആവൂ. എന്നാൽ ഹൈ മാസുള്ള മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിന്റെ കേസിൽ ഡി ബ്രോഗ്ലി ഇക്വേഷന് സിഗ്നിഫിക്കന്റ് അല്ല. നെക്സ്റ്റ്, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇതും കൂടി നോക്കാം. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്, അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിറ്റർമൈൻ ആക്യുറേറ്റ് പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് എ ഫാസ്റ്റ് മൂവിംഗ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ സച്ച് ആസ് ഇലക്ട്രോൺ സൈമിൾട്ടേനിയസ്ലി. അത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസ് പോലത്തെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന്റെ, ഫാസ്റ്റ് മൂവ് ആയിട്ടുള്ള ഇലക്ട്രോൺ പോലത്തെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന്റെ പൊസിഷനും അതുപോലെ വെലോസിറ്റിയും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ആക്യുറേറ്റ് പൊസിഷൻ ആൻഡ് ഓൾസോ വെലോസിറ്റി ഓഫ് എ ഫാസ്റ്റ് മൂവിംഗ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ സച്ച് ആസ് ഇലക്ട്രോൺ സൈമിൾട്ടേനിയസ്ലി. അപ്പൊ ഇങ്ങനെ ഈ സൈമിൾട്ടേനിയസ് ആയിട്ട് പോകുന്ന, ഫാസ്റ്റ് മൂവ് ആയിട്ട് പോകുന്ന മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസ് പോലത്തെ, പ്രോട്ടോൺസ് ഒക്കെ പോലത്തെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന്റെ ആക്യുറേറ്റ് പൊസിഷനും വെലോസിറ്റിയും നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റൂല. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4πm. ഡെൽറ്റ എക്സ് എന്നാണ് അൺസർട്ടനിറ്റി പൊസിഷൻ ആണ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. ഡെൽറ്റ വി ആണെങ്കിലോ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി, ഡെൽറ്റ പി അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം, m is the mass of moving particle. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ത്? ഡെൽറ്റ എക്സ് ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4πm. ഇനി എച്ച് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ അറിയാം, 6.626 into 10⁻⁻34. ഇനി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണ്? ഇറ്റ് ഈസ് ഇൻസിഗ്നിഫിക്കന്റ് ഇൻ കേസ് ഓഫ് മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ്. മാക്രോസ്കോപ്പിക്കിന്റെ ഒബ്ജക്റ്റിന്റെ കേസിൽ ഇത് ഇൻസിഗ്നിഫിക്കന്റ് ആണ്. എന്തുകൊണ്ടാണ്? ഡെൽറ്റ എക്സ് ഡെൽറ്റ വി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/m. അപ്പം എം എന്ന് പറയുന്നത് ചെറുതായാൽ മാത്രമേ നമുക്ക് നല്ലൊരു വാല്യൂ കിട്ടൂ. മൈക്രോസ്കോപ്പിക്കിന്റെ കേസിൽ സിഗ്നിഫിക്കന്റ് ആണ്, എന്നാൽ മാക്രോസ്കോപ്പിക്കിന് എം കൂടുതലായത് കൊണ്ട് തന്നെ, അത് ഡിനോമിനേറ്ററിൽ വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് ഇൻസിഗ്നിഫിക്കന്റ് ആണ് എന്ന് പറയാം.
നമുക്ക് നമുക്കറിയാം മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാം സെർട്ടിനിറ്റിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇക്വേഷൻ പക്ഷെ അൺസർട്ടിനിറ്റി സംഭവിക്കുന്നത് എവിടെ മാത്രമാണ്? ഈ മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിന്റെ കേസിൽ മാത്രമാണ് അല്ലെ. അപ്പം ഹൈസൻബർഗ് അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ നോക്കാം. അക്കോർഡിംഗ് ദിസ് പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ accurate position and velocity of fast moving microscopic particles such as electrons simultaneously. Electrons പോലത്തെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന്റെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന്റെ ആക്യുറേറ്റ് പൊസിഷനും വെലോസിറ്റിയും നമ്മൾക്ക് ഇമ്പോസിബിൾ ആണ്, കണ്ടുപിടിക്കാൻ ഇമ്പോസിബിൾ ആണെന്നാണ് ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ. അതിന്റെ ഇക്വേഷൻ നോക്കാം. ഡെൽറ്റ എക്സ് ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4πm. ഹലോ ഹലോ ക്ലാസ് കഴിഞ്ഞോട്ടെ, ലീവ് ചെയ്യട്ടെ. ഡി ചെയ്യുന്നുണ്ട്. താങ്ക് യു.